ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിലേക്കുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് യൂസ്ഫുൾ ആവും. ഒന്ന്, യൂറോപ്പിലും UK-ലും അയർലൻഡിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക്, രണ്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ദുബായിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ചിലപ്പോൾ ലഭിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. കാരണം നമ്മുടെ അയർലൻഡ് വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് സക്സസ് സ്റ്റോറീസ് അയർലൻഡിലേക്കുള്ള നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് പോയവരെ. അപ്പോൾ സക്സസ് തരുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഇതിനകത്തേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും ഇതിൻ്റെ അപ്ഡേറ്റ് തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അതേപോലെ യൂസ്ഫുൾ ആവും. സോ അതിനിടയ്ക്കാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. സ്വാഗതം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാനും മെസ്സേജ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മറ്റ് കുറേ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് നമ്മുടെ പാർട്ട് ടൈം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബും കാര്യങ്ങളെല്ലാം. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ 1-to-1 കൺസൾട്ടേഷൻ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1-to-1 ബുക്ക് ചെയ്തിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ടും കാര്യങ്ങൾ സാധിക്കും. നിങ്ങൾ ബയോയിൽ ഞാൻ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ അയർലൻഡിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്കിൽഡ് എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ അയർലൻഡിൻ്റെ ജോബ് ഹണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ചിലവർ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ട് ഈ പറഞ്ഞ അയർലൻഡിൽ എത്തിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തന്നെ സക്സസ് ആവില്ല ഫസ്റ്റ് തന്നെ. കാരണം പറയാം, എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരേപോലെ അല്ല. അതാണ് പലർക്കും ഇടനിലക്കാർ ഇല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കൂടെ ഇങ്ങനെ കൈ പിടിച്ച് എഴുതി പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുള്ളത്. പിന്നെ കുറേ ആൾക്കാർ അത്യാവശ്യം സ്വന്തമായിട്ടൊരു വഴി പറയാതെ മുമ്പ് തന്നെ ഇന്ന വഴി എന്ന് പറഞ്ഞിട്ട് നേരിട്ട് മുന്നേ പോയിട്ട് അവിടെ പോയി നിന്ന് ജോലി മേടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വഴികളുണ്ട്. അപ്പോൾ ഈ അയർലൻഡ് എടുക്കാൻ കാരണം, ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, അയർലൻഡ് ഗവൺമെന്റ്, ഞാൻ ലോകത്തിലെ ഏത് രാജ്യത്തെ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാലും അയർലൻഡ് ഗവൺമെന്റിന്റെ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അവരെല്ലാ 6 മാസം കൂടുമ്പോഴും അവിടെ എത്ര വർക്ക് വിസകൾ കൊടുത്ത്, ഏതൊക്കെ രാജ്യക്കാർക്ക് കൊടുത്ത്, ഏതൊക്കെ സെക്ടറിൽ ജോലി കൊടുത്തു, ഏതൊക്കെ കമ്പനികൾ ജോലി കൊടുത്തു, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ബുദ്ധിയുള്ളവന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ജോലിക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു സ്പോൺസർഷിപ്പ് തരുന്ന കമ്പനി നേരത്തെ നമ്മുടെ അടുത്ത് പറയുവാണ്, ഞങ്ങളുടെ കമ്പനി ഇത്ര ആൾക്കാർക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ എന്താ വരണ്ടേ? യെസ്, അവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സോ ഇന്ന ജോബിന് അവിടെ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യെസ്, നമ്മൾ അത് അപ്ലൈ ചെയ്യണം. ഓക്കെ. പിന്നെ ഒരു കാര്യം, അപ്ലൈ ചെയ്യുമ്പോൾ പലരും അപ്ലൈ ചെയ്യുന്ന പറഞ്ഞു, ഞാൻ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവർ വിളിച്ചില്ല എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടായാൽ നിങ്ങളുടെ തെറ്റ് അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അവിടെ എന്തോ ഒരു ഫാൾട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മളെ കാട്ടി നല്ലൊരു CV ഇല്ലെങ്കിൽ നല്ലൊരു പ്രൊഫൈൽ അവർ കിട്ടി എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അത് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ പലരും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ജോലി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം അതൊരു കോമ്പറ്റീഷനാണ്. ഒരു എന്താ പറയുക, നമ്മൾ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്, നമ്മളെക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളൊരു ബോധം കൂടി നമുക്ക് വരും. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ നോക്കണം. ഒരു CV കവറിലിട്ട് ആരെങ്കിലും കടം മേടിച്ച് ഉണ്ടാക്കി അതിനകത്ത് ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് ആരെ കൊണ്ട് ഉണ്ടാക്കി എന്നിട്ട് നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നുള്ള ചിന്താഗതിയാണ്. അതൊക്കെ മാറ്റുക. അങ്ങനെയുള്ള മാറ്റിയ ചിന്താഗതിയൊക്കെ വെച്ചിട്ടുള്ളവർ മാത്രം നമ്മുടെ വീഡിയോ കാണുക. ഒരു കാര്യം പറയട്ടെ, ഇത് UK-ലുള്ളവർ, യൂറോപ്പിലുള്ളവർ, അതുപോലെ തന്നെ അയർലൻഡിലുള്ളവർ മാക്സിമം ട്രൈ ചെയ്യുക. നാട്ടിലുള്ള IT ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, അതേപോലെ തന്നെ മീറ്റ് പ്രോസസ് ചെയ്യാനൊക്കെ അറിയുന്ന ബുച്ചേഴ്സ്, ഇങ്ങനെയുള്ളവർ കൂടുതലായിട്ട് കാണുക. കാരണം അവർക്കൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും വിസ സ്പോൺസർഷിപ്പ് കൊടുത്തത്. നമുക്ക് നോക്കാം, ഇഞ്ചായിട്ട് നോക്കും. ഒരു പുതിയ സ്ട്രാറ്റജി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, കമ്പനി കണ്ടു, ഇനി അവിടെ അവരുടെ എങ്ങനെ അപ്ലൈ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ടു അപ്ലൈ, ഇനി കമന്റ് വരാൻ പോകണം, ഹൗ ടു അപ്ലൈ. വീഡിയോ മുഴുവൻ കാണൂല, അതിന് മുമ്പ് തന്നെ ഹൗ ടു അപ്ലൈ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കമ്പനി തരുവാണ്, ഈ കമ്പനി സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടും? ഒരു കമ്പനി പറഞ്ഞു കൊടുക്കുവാണ്, ഇന്ന കമ്പനി കൊടുക്കുന്നുണ്ട്, പിന്നെയും പറയുവാണ് നമുക്ക് ജോലി കിട്ടുമോ, എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, എന്താ ചെയ്യേണ്ടത്, അത്രയും പോലും നമുക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ബോധം കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി അതിന്റെ കരിയർ സെക്ഷനിൽ കയറി അവിടെ ആ ജോലി ഉണ്ടോ എന്ന് നോക്കുക.
ജോലി ഇല്ലെങ്കിൽ ഇന്നില്ലെങ്കിൽ ചിലപ്പോൾ നാളെ വരും, ഇല്ലെങ്കിൽ മറ്റന്നാൾ വരും. അങ്ങനെ വെയിറ്റ് ചെയ്യുക. അതേപോലെ കുറേ ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഇവിടെ ഉണ്ട്. ആ കമ്പനി റെഗുലറായിട്ട് നോക്കുക. പിന്നെ ആ കമ്പനി പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. അത് ഉണ്ടെങ്കിലേ എലിജിബിൾ ആവുള്ളൂ കേട്ടോ. ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വരുന്ന കമന്റുകളാണ്, റെഗുലറായിട്ട് വരുന്ന മെസ്സേജുകളാണ്. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യും, അത് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നുള്ളത് അതും കൂടി ഞാൻ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. അത് സ്വന്തമായിട്ട് അത് ചിന്തിക്കാനുള്ളൊരു കഴിവ് ഇല്ല. ലിങ്ക്ഡിൻ നല്ലൊരു പ്രൊഫൈല്, നിങ്ങൾ എന്ത് ജോലി ചെയ്യട്ടെ, സ്കിൽഡ് ഓർ അൺസ്കിൽഡ്, പ്രൊഫഷണൽ, ഇനി ജോബ് ചെയ്യട്ടെ, നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അറിയുന്ന കാര്യങ്ങൾ റെഗുലറായിട്ട് ഈ പറഞ്ഞ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ഇടുന്നതിന് പകരം ലിങ്ക്ഡിനും കൂടി ഇടുക. പണി ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ, അല്ലെങ്കിൽ വെൽഡർ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്ത പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. കൊത്തിക്കൊണ്ടുപോകാൻ ആൾക്കാർ വരുന്നേ. ഓക്കെ, സോ കുറെ ആൾക്കാർ ഈ വാചകപടി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അവർ പോയി വേറെ പണികൾ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത നിങ്ങൾക്ക് പിന്നെ ഇതും കൂടി പറഞ്ഞതിൽ പിന്നെ എന്ത് മനസ്സിലാവാനാ അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ പല കാര്യങ്ങളും കാണിച്ചു തരാൻ പറ്റും. വെബ്സൈറ്റ് അതും ഇനി ചോദിച്ചു വരും. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വെബ്സൈറ്റ് കിടക്കുന്നുണ്ട്, ആ ഒരു സൈഡിൽ വെബ്സൈറ്റ്. അതും പോലും നോക്കാൻ ചിലർക്ക് സമയം ഉണ്ടാവില്ല, ഒന്നാമത്തെ കേസ്. സോ വെബ്സൈറ്റ് ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കാം, കമന്റിൽ പിൻ ചെയ്യാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, അതെങ്കിലും ചെയ്തേക്ക് കേട്ടോ. സോ ഇതിനകത്ത് എംപ്ലോയ്മെന്റ് പെർമിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് 2024. സോ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പെർമിറ്റ്സ് ബൈ നാഷണാലിറ്റി, ഞാൻ പറയുന്നത് വിശ്വാസമാണെങ്കിൽ ഇതാ അവർ കാണും. ഇത് 6 മാസത്തെ ഇല്ലെങ്കിൽ ഒരു ഹാഫ് ടൈമിലെ അവരുടെ കണക്കാണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു കണക്ക് ഞാനതിപ്പോൾ എടുത്ത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഈ കണക്കിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു. നാഷണാലിറ്റി, ഓക്കെ, നാഷണാലിറ്റിയുടെ കേസിൽ ഇപ്പൊ നോക്കിയ വിസ ഇഷ്യൂഡ്, റെഫ്യൂസ്ഡ്, വിഡ്രോൺ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്നും എല്ലാ രാജ്യക്കാരെയും നോക്കുന്നില്ല, ആകെ നോക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് എത്ര പേര് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു കോമഡി വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിൽ ഇഷ്യൂ ചെയ്ത വിസകളിൽ ഒരു 30% ഇന്ത്യക്കാർ അങ്ങോട്ട് തൂക്കി എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കാര് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു 8076 8,076 വിസകൾ അവർ ഇഷ്യൂ ചെയ്തു. 246 വിസ റെഫ്യൂസ് ചെയ്തു, 217 വിസ വിഡ്രോ ചെയ്തു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, സോ മച്ചാമാരെ ഇതിനകത്ത് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നില്ലെങ്കിലും അറിയുന്നവർ പോയി അപ്ലൈ ചെയ്ത് ജോലി കയറ്റി പോകുന്നുണ്ട്. കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ നേഴ്സുമാർ, ഹെൽത്ത് കെയർ ജോബുകളായിരിക്കും. തെറ്റിദ്ധരിക്കണ്ട, ഇവർക്ക് മാത്രമാണ് ജോലി കിട്ടുന്നുള്ളത്. അടുത്ത പ്രൊഫൈൽ. ഈ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. ഇന്ത്യക്കാർക്ക് 8,000 വിസക്ക് മേലെ കിട്ടിയിട്ടുണ്ട്. സോ യു കെയിലുള്ള സ്റ്റുഡൻസ് കാര്യങ്ങൾ ഇവിടെ യു കെക്ക് മാത്രം ട്രൈ ചെയ്യാതെ തൊട്ടടുത്ത അയർലൻഡിലും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ വിചാരിക്കും ഏത് ഇൻഡസ്ട്രിക്കാർക്കായിരിക്കും ഓപ്പർച്യൂണിറ്റി ഉള്ളത് അല്ലേ? കമാൺ ബാപ്പു. ഓക്കെ, പെർമിറ്റ് ബൈ സെക്ടേഴ്സ് എന്നുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പെർമിറ്റ് ബൈ സെക്ടേഴ്സിൽ നിങ്ങൾക്ക് നോക്കാം, ഫുള്ളായിട്ട് നിങ്ങളുടെ മുന്നിലാണ് കണക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ജൂലൈ വരെയുള്ള കണക്കുകളാണ് കേട്ടോ. ഏകദേശം 23,820 വിസകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജൂലൈ വരെയുള്ള കണക്കനുസരിച്ചിട്ട്. ഇതിനകത്ത് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗിലേക്ക് 2,261 വിസയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 2,261 വിസ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഇനി മൈനിങ് ആൻഡ് കോറിങ്ങിൽ നമുക്ക് നോക്കാം 20 വിസയാണ് കൊടുത്തിട്ടുള്ളൂ. സോ ആ ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്യുന്നത് വളരെ റയറായിട്ട് ഫോക്കസ് ചെയ്യുക, അതിനകത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഓൾ അതർ മാനുഫാക്ചറിങ്ങിലേക്ക് 593 വിസയാണ്, അതും കുറവാണ്. ഞാൻ ഒരു 1000 മേലുള്ളത് ഫോക്കസ് ചെയ്യാൻ ഞാൻ പറയുന്നുള്ളൂ. 500 മേലുള്ളത് ഫോക്കസ് ചെയ്യാം. ഇതിപ്പോ ജൂലൈ വരെയുള്ള കണക്കാണ്. ഇനി അടുത്ത ഞാൻ പറഞ്ഞില്ല ജനുവരി ഒക്കെ വരുന്നുള്ള അല്ലെങ്കിൽ ഡിസംബർ വരെയുള്ള കണക്ക് വരുമ്പോൾ നമുക്ക് കഥകൾ വ്യത്യാസമാവാം. ഈ ഒരു ഇൻഡസ്ട്രി ഭൂമി നല്ല രീതിയിൽ കയറി വന്നേക്കാം. ഓക്കെ, അതുപോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏകദേശം 837 വിസകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് സർവീസ് ആക്ടിവിറ്റീസിനകത്ത് 1853 വിസകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്, പല IT-കാരെ എനിക്ക് വിളിച്ച് ചോദിക്കുന്നത് ഏത് രാജ്യമാണ് ബെസ്റ്റ് എന്നുള്ളത്. ഞാൻ പല രാജ്യങ്ങൾ എനിക്ക് കൺസെപ്റ്റിൽ ഞാൻ പറയാം, പല രാജ്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു രാജ്യം ഞാൻ എപ്പോഴും പറയാനുള്ളത് അയർലൻഡ് എന്ന് പറയും. കാരണം 4033 വിസകൾ വെറും ജൂലൈ വരെയുള്ള കണക്കിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് ആക്ടിവിറ്റീസിനകത്ത് 1279 വിസ കൊടുത്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിസ കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിനകത്താണ്. അത് തീർച്ചയായിട്ടും സ്വാഭാവികം, എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. 8,286 വിസകളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും വിസകൾ കൊടുത്തിട്ടുണ്ട്.
മറ്റ് വിസകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വിസകൾ കൊടുത്തിട്ടുണ്ടോ, എത്ര വിസകൾ കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ കമ്പനീസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഏതൊക്കെ കമ്പനീസ് കൊടുത്തെന്ന് അറിയണ്ടേ? എടാ, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് ചിന്തിക്കാവുന്ന കേസേ ഉള്ളൂ എങ്ങനെയാണ് ജോലി കണ്ടെത്തേണ്ടതെന്നുള്ളത്, എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലേ? നാട്ടിലിരിക്കട്ടെ, UK യിലിരിക്കട്ടെ, ഏത് യൂറോപ്യൻ കൺട്രിയിൽ ഇരുന്നോ, നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ എപ്പോഴും ഏജൻസിയുടെ പുറകിലോട്ട് ഓടരുത്. ഓക്കെ, അതൊരു വശം. ഏജൻസി കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യുന്ന അത് വേറൊരു വശം, അത് ചെയ്തേ. പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. നമ്മുടെ UK യിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല. ഇവിടെ നമുക്ക് വിസകൾ ഇഷ്യൂ ചെയ്ത് കണക്കുകൾ കിട്ടും. പക്ഷേ ഏത് കമ്പനികളാണ് ഇഷ്യൂ ചെയ്ത്, അതിപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയും ഏത് കമ്പനികളാണ് ഏറ്റവും കൂടുതൽ വിസ കൊടുത്തിരിക്കുന്നുള്ളൊരു ലിസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടില്ല. പക്ഷേ അയർലൻഡിൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് പിടിക്കാം. ഇനി പെർമിറ്റ് ഇഷ്യൂഡ് ബൈ കമ്പനീസ്. യെസ്, നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കുന്ന അൾട്ടിമേറ്റ്ലി ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇതിനകത്ത് നമുക്ക് ജൂലൈ വരെയുള്ള കണക്കുകൾ കാണാൻ പറ്റും. ഞാൻ ഇതിനകത്ത് എല്ലാ കമ്പനീസിന്റെ ലിസ്റ്റ് ഞാൻ എടുത്ത് ഓരോന്ന് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കഴിയില്ല. കാരണം നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ എത്രയുണ്ട് എന്നുള്ളത് കണ്ടില്ലേ? ഇത്രയധികം കമ്പനീസാണ് അവിടെ കിടക്കുന്നത്. സോ ഇതൊന്നും ഓരോന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ ജോലി വേണ്ടവർ ആരാണോ അവർക്ക് സമയം ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, ഇതിനകത്ത് ഞാൻ 100 മേലെ വിസ കൊടുത്ത കമ്പനീസിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം, ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണെന്നുള്ളത്. നിങ്ങളുടെ ഇൻഡസ്ട്രി ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് കേട്ടോ. നിങ്ങളുടെ ചുമതല മാത്രമാണത്. ഓക്കെ, അപ്പോൾ കാരണം ജോലി വേണമെങ്കിൽ. സോ ഫസ്റ്റ് തന്നെ അക്സെഞ്ചർ ലിമിറ്റഡ് ഏകദേശം 123 വിസകളാണ് ഈ ഒരു ജൂലൈ വരെയുള്ള സമയം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അക്സെഞ്ചർ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി. അതിനൊപ്പം തന്നെ നമുക്ക് നോക്കാം 25 വിസ കൊടുത്ത കമ്പനികളുണ്ട്. ഫയർ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി കിടക്കുന്നു. അതുപോലെ തന്നെ 16 വിസകൾ കൊടുത്ത കമ്പനികൾ. അതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇൻഡസ്ട്രി അതിനകത്ത് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം ആമസോൺ ഡാറ്റ സർവീസ് അയർലൻഡ് ലിമിറ്റഡ് 88 വിസ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ആമസോൺ ഡെവലപ്മെന്റ് സെന്റർ അയർലൻഡ് ലിമിറ്റഡ് 184 വിസകൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ആമസോൺ വെബ് സർവീസ് കൊടുത്തിരിക്കുന്നത് 139 വിസകളാണ്. ഇതിലേതാണ് നിങ്ങളുടെ ഇൻഡസ്ട്രി? നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുടെ വെബ്സൈറ്റിൽ കയറി ജോലി തപ്പാൻ പറ്റിയില്ലെങ്കിൽ യെസ്, നമ്മൾ പാഴാണ്, നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ആംഗ്ലോ ബീഫ് പ്രോസസ് അയർലൻഡ് ലിമിറ്റഡ് കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ വിസ കൊടുത്തിരിക്കുന്ന കാറ്റഗറിയിൽ ഈ ഒരു കമ്പനി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 158 വിസ ജൂലൈ വരെ അവർ കൊടുത്തു. ബീഫ് പ്രോസസ് ചെയ്യാൻ അറിയുന്നവർ, വേറോസിൽ ഈ പറഞ്ഞ ബുച്ചർ ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി ആയിരിക്കും ഈ ഒരു കമ്പനി. അതുപോലെ നമുക്കറിയാം ക്വാളിറ്റി അഷുറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന F&B അവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനകത്തും ഓപ്പർച്യൂണിറ്റീസ് കാണും. നിങ്ങളത് ട്രൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഓക്കെ, 63 വിസ കൊടുത്ത ആപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്ലൈഡ് കമ്മ്യൂണിക്കേഷൻ 117 വിസ കൊടുത്തിരിക്കുന്നു. അങ്ങനെ പല പല കമ്പനീസും വിസകൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിനൊപ്പം തന്നെ എന്താ പറയാ, കുറേ അധികം ഞാൻ പറഞ്ഞില്ല, ഇത് ലോഡ് കമ്പനികളുണ്ട്. ഇതിന്റെ ലിസ്റ്റ് ഞാൻ ഫുൾ എടുത്ത് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് വളരെ വളരെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കുന്നില്ല. ഇനി നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു കമ്പനിയുടെ ഇമെയിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഒരു കമ്പനി എടുക്കുന്നു. ഓക്കെ, ഹോസ്പിറ്റലിൽ എന്തൊക്കെ ജോലി കിട്ടുക നിങ്ങൾക്ക് അറിയുന്ന കേസ് തന്നെയാണ്. അപ്പം ഞാനത് ഇനിയിപ്പോൾ ആ ജോലി എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയുന്നൊന്നുമില്ല. അതിന് ഏതൊക്കെ ജോലി കിട്ടുമോ അതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ എടുത്തു. ഹോസ്പിറ്റലിൽ എടുത്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി. ഓക്കെ, വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്കിത് ഇപ്പുറത്ത് തന്നെ വെണ്ടക്കക്ഷരത്ത് കരിയർ എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നു. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോബ്, ഞാനിവിടെ ഓൾ ജോബ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഇത്രയും ജോബ് കിടക്കുന്നു. ഓക്കെ, ഇത്രയും ജോബ് കിടക്കുന്നു. ഈ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമാണോ? ഇനി ഇത് ഹൗ ടു അപ്ലൈ എന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടാവാം, കൊടുക്കാത്തതുണ്ടാവാം. ഇതേപോലത്തെ കുറേ ഹോസ്പിറ്റലിൽ ജോലി കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ എപ്പോഴും ഈ പറഞ്ഞ നേഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും മാത്രമല്ല അവിടെ ഉള്ളത്. ആ ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ വേറെ കുറേ ആൾക്കാർ വേണം. അവരെല്ലാവരും ഈ വേക്കൻസി അവിടെ കാണും. അതേപോലെ തന്നെ മറ്റ് കമ്പനികൾ, ഇപ്പോൾ ഈ ബീഫ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഒരു കമ്പനി ഉണ്ടെന്ന് കണ്ടല്ലോ. സോ അവരുടെ എല്ലാം വെബ്സൈറ്റിൽ ഇതേപോലെ സമാനമായ രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ജോലി കണ്ടെത്താൻ ഒരാളെയും ഹെൽപ്പ് വേണ്ട. പിന്നെ വേണ്ടത് നല്ലൊരു CV കവറിലിട്ടും ആർക്കെങ്കിലും 10 രൂപയ്ക്ക് നിങ്ങൾ പൈസ കൊടുത്തിട്ട് അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്യൂട്ട് ആവില്ല. നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഓക്കെ, അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. അത് മാത്രമല്ല, ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ആവുക, ആ ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, അത് ഓരോ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനലും കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്.
സോ അതിൽ കയറി നിങ്ങൾ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വലിയൊരു തലപോകുന്ന കേസുകളല്ല. പണി വേണ്ടത് ആർക്കാ? നമുക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട. അല്ലാതെ നിങ്ങൾ ഒരു ഏജൻസി നിങ്ങൾക്ക് പണി മേടിച്ച് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലേക്കൊക്കെ തട്ടിപ്പിൽ അല്ലാതെ വേറൊരു ഏജൻസി നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പിന്നെ ലക്കിൽ വല്ലതും കിട്ടിയാൽ അത് നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ. സോ അയർലൻഡിന്റെ ഗവൺമെന്റ് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ നല്ലൊരു പരിപാടി തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റ് ഗവൺമെന്റുകളും ഇതേപോലെ പിന്തുടരണം എന്നുള്ളത് തന്നെയാണ്. ഒരു രാജ്യവും ഇതേപോലെ കൊടുക്കുന്നില്ല. ഞങ്ങളുടെ കമ്പനികൾ ഇത്രയും വിസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് തുറന്ന് പബ്ലിക്കായിട്ട് തന്നെയാണ് പറയുന്നത്. സോ അത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആവും കരിയർ പേജിനകത്ത് കയറി കണ്ടെത്താനായിട്ട് കേട്ടോ. സോ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാണാം, ബൈ.